വചനം പറയുന്നു, ഹൃദയത്തിന്റെ മുറിവുകൾ അവൻ കെട്ടും. ദൈവമക്കൾ സംസാരിക്കുന്ന ഓരോ വചനത്തിനും ശക്തിയുണ്ട്. ഇനിയും കാലം മുൻപോട്ട് പോകുമ്പോഴും പ്രിയപ്പെട്ടവരെ, നമ്മെ നിലനിർത്തിയിരിക്കുന്ന ഉറപ്പ് സർക്കാരിന്റെ ഉറപ്പല്ല, പിന്നെയോ സ്വർഗം നിന്നെ വിളിച്ചു എന്ന ഉറപ്പ്. യോഹന്നാന്റെ സുവിശേഷം 4:24 പറയുന്നു, ദൈവം ആത്മാവാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം എന്താണ്? ഒന്നുറക്കെ പറഞ്ഞാട്ടോ. ദൈവം ആത്മാവാകുന്നു. അപ്പോൾ ആത്മാവാകുന്ന ദൈവത്തെ മനുഷ്യർ എന്ന നിലയിൽ നമുക്ക് കാണുവാനോ സ്പർശിക്കുവാനോ കഴിയുകയില്ല. എന്നാൽ നമുക്ക് ദൈവിക പ്രകാശം ലഭിക്കുമ്പോൾ, എന്നാൽ ദൈവവചനത്താൽ ദൈവാത്മാവിനെ കുറിച്ച് നമുക്ക് അറിവ് ലഭിക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ ആഴങ്ങളെ അറിയുവാൻ കഴിയുമെന്ന് 1 കൊരിന്ത്യർ 2:11 ഇങ്ങനെ പറയുന്നു, മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാ ല്ലാതെ മനുഷ്യരിൽ ആരറിയും? ഔവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വെളിച്ചം വരണമെങ്കിൽ ഒന്ന് കണ്ണടയ്ക്കണ്ടേ? പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ അനേകരും എന്നെ നോക്കിയിരിക്കുന്നവരുണ്ട്, സ്റ്റേജെ നോക്കിയിരിക്കുന്നത്. ഒരുപാട് പ്രശ്നങ്ങളാണ്. ഒന്ന് കണ്ണടയ്ക്കാൻ കഴിയത്തില്ല. കൈ കൊട്ടുന്നത് നാണക്കേടാണെന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, ഞാനും കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ചിന്തിച്ച് നടന്ന ഒരാളാണ്. അന്ന് എൻ്റെ ഹോബി എന്ന് പറയുന്നത്, ഞാൻ സെമിനാരി പഠിക്കുമ്പോൾ പോലും കൺവെൻഷൻ പ്രസംഗിക്കാനൊക്കെ പോകുമായിരുന്നു. അന്ന് എൻ്റെ ഹോബി അവസാനം കൊണ്ട് നിർത്തുന്നത് പെന്തിക്കോസുകാർക്കിട്ടൊരു കൊട്ട് കൊടുത്തിട്ടാണ്. കൊട്ടാൻ കിട്ടുന്ന സാഹചര്യങ്ങളൊന്നും ഞാൻ കളയത്തില്ലായിരുന്നു. പക്ഷെ പിന്നീടാണ് മനസ്സിലായി, ഇതല്ല ദൈവവചനം. ഇങ്ങനെ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. നമുക്ക് വേദപുസ്തകം എടുക്കാൻ കഴിയാത്തപ്പോൾ വേദപുസ്തകത്തെ എടുത്ത് ലോകത്തിന് പ്രദർശിപ്പിക്കുന്ന അവരുടെ ജീവിതത്തിൽ നിന്റെയും എൻ്റെയും തലയണ കീഴിൽ പേടി കിട്ടാതെ വെച്ചിരിക്കുന്ന വേദപുസ്തകം അത് കരങ്ങളിലെടുത്ത് അതിലെ വചനത്തെ നമുക്ക് മാത്രമല്ല ലോകത്തെ അറിയിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് പെന്തിക്കോസ്തുകാരെന്ന് ഇന്ന് എനിക്ക് പറയാൻ കഴിയും. എന്നിൽ ദൈവിക വെളിച്ചം വന്നപ്പോൾ ആരെയും അങ്ങനെ കുറ്റപ്പെടുത്തുന്നതല്ല ദൈവവചനം. വചനത്തിന് ശക്തിയുണ്ട്. ആ വചനത്തിന്റെ ശക്തി വ്യാപരിക്കുന്നിടത്ത് അത്ഭുതങ്ങൾ നടക്കുക തന്നെ ചെയ്യും. നമ്മുടെ ശുശ്രൂഷയെക്കുറിച്ച് ഒരുപാട് പേർക്ക് അവജ്ഞയുമുണ്ട്, അവർക്ക് അസൂയയുമുണ്ട്. ആയിരങ്ങളെ വിടുവിച്ചൊരു ശുശ്രൂഷയാണ് സ്വർഗീയ അഗ്നി ശുശ്രൂഷ. ആയിരങ്ങളിൽ ദൈവിക വെളിച്ചം പകർന്നൊരു ശുശ്രൂഷയാണ് സ്വർഗീയ അഗ്നി ശുശ്രൂഷ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള 4 വയസ്സ് തികയുന്ന കുഞ്ഞുങ്ങൾ പോലും വിളിച്ചു പറയുന്നു, ഒരു പ്രാവിത അഗ്നിയായി ഞങ്ങളിലേക്ക് വരുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, ഒരിക്കലും ഞാൻ അറിഞ്ഞിട്ടില്ലാത്ത ആയിരങ്ങളെ കർത്താവ് തൊട്ടെങ്കിൽ ആ കർത്താവ് ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത് ഈ ദൈവവചനത്താൽ, ആ ദൈവവചനത്തിന്റെ ശക്തി നിങ്ങളായിരിക്കുന്ന ഭവനത്തിൽ വ്യാപരിക്കുവാനും, നിങ്ങളായിരിക്കുന്ന ഏത് പ്രശ്നങ്ങളാണോ ആ പ്രശ്നങ്ങളിൽ നിന്ന് ഗദരദേശ മനുഷ്യന് കൊടുത്ത വിടുതൽ പോലെ, അവന്റെ ചങ്ങലകളെ പൊട്ടിച്ചതുപോലെ, പ്രിയപ്പെട്ടവരെ, ഇന്ന് പകലിൽ ദൈവത്തിന്റെ അത്ഭുതം സംഭവിക്കുക തന്നെയും. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ അവിടെ പറയുന്നു, ഈ മനുഷ്യനോട് യേശു ചോദിക്കുന്ന ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. അത് വായിക്കാവോ? മർക്കോസിന്റെ സുവിശേഷം 5-ന്റെ ആദ്യ ഭാഗം. അവർ കടലിന്റെ അക്കരെ ഗദരദേശത്തെത്തി. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചു കൂടാഞ്ഞു. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചു. വിലങ്ങ് ഉരുമ്മി ഉടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞു. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടപെടാതെ നിലവിളിച്ചു തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോകും. അവൻ യേശുവിനെ ദൂരത്തു നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. അവൻ ഉറക്കെ നിലവിളിച്ചു, യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര. അതാ ഇത്രയും അന്ധകാരത്തിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ പറയുകയാണ്, യേശുവേ, മഹോന്നതനായ ദൈവപുത്ര. ഒരു പിശാചിന് ദൈവത്തെ അറിയാം, ദൈവശക്തി അറിയാം.
നിങ്ങളിലിരിക്കുന്ന അന്ധകാര ശക്തിക്ക് ദൈവത്തെ അറിയാം. നിങ്ങളെ അതിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ് പിശാചിന്റെ തന്ത്രം. അവനെ നല്ലവണ്ണം അറിയാം ഈ യേശുവിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയത്തില്ലെന്ന്. ബാക്കി വായിച്ചേ. ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുതേ എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അശുദ്ധാത്മാവേ, ഈ മനുഷ്യനെ വിട്ടു പുറപ്പെട്ടു പോക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. അശുദ്ധാത്മാവേ, ഈ മനുഷ്യനെ വിട്ട് പുറത്തു പോകുക എന്ന് യേശു കൽപ്പിച്ചു. ബാക്കി, നിന്റെ പേരെന്തെന്ന് അവനോട് ചോദിച്ചു. എന്റെ പേര് ലഖ്യോ, ഞങ്ങൾ പലരാകുന്നു. നിന്റെ പേര് എന്തെന്ന് അവനോട് ചോദിച്ചതിന് അവൻ എന്താ പറഞ്ഞേ? എന്റെ പേര് ലഹിയോൻ. മത്തായി എന്നായിരിക്കും ഒറിജിനൽ പേര്, അല്ലെ മർക്കോസ് എന്നോ ലൂക്കോസ് എന്നോ ആയിരിക്കും. അവനിപ്പോ പറയുന്ന പേരെന്താ? എൻ്റെ പേര് ലഹിയോൻ. ദൈവപുത്രന്റെ മുമ്പിൽ ഒളിച്ചിരിക്കുന്ന സാത്താന്യ ശക്തി ഇതാ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവശക്തിയുടെ മുമ്പിൽ സാത്താന് ഒളിച്ചിരിക്കാൻ കഴിയത്തില്ല. ബാക്കി വായിച്ചേ. ഞാനെന്ന് പറഞ്ഞവൻ പിന്നീട് പറയുന്നത് ഞങ്ങൾ. ഒരു മനുഷ്യനിൽ എത്ര ഭൂതമുണ്ടെന്നാ പറയുന്നത്? 2000 ഭൂതം ആ മനുഷ്യനുണ്ടായിരുന്നു. കണ്ടോ വചനം? എത്രാമത്തെ വാക്യവാ? അതൊന്ന് വായിച്ചേ, ആ ഭാഗം മാത്രം. എൻ്റെ പേര് ലഹിയോൻ, ഞങ്ങൾ പലരാകുന്നു എന്നുത്തരം പറഞ്ഞു. ബാക്കി അത് കഴിഞ്ഞിട്ട് ഈ 2000 പേരുടെ ഒരു കഥ പറയുന്നുണ്ടല്ലോ. അശുദ്ധാത്മാക്കൾ പുറപ്പെട്ട് പന്നികളിൽ കടന്നിട്ട് കൂട്ടം കടും തൂക്കത്തോടുകൂടി കടലിലേക്ക് പാഞ്ഞു വീർപ്പുമുട്ടി ചത്തു. അവ ഏകദേശം 2000 ആയിരുന്നു. അവർ ഏകദേശം 2000 പേരുണ്ടായിരുന്നു. ശ്രദ്ധിച്ച് കേൾക്കണേ. അവിടെ യേശു കണ്ടത് എത്ര പേരെയാ? ഒറ്റ മനുഷ്യനെയാ കണ്ടത്. ഒറ്റ മനുഷ്യനായി ഇതാ ഈ കസേരയിരിക്കുന്നത്. യേശു അവനെ തൊട്ടപ്പോൾ, അവനോട് കൽപ്പിച്ചപ്പോൾ അവൻ വിളിച്ചു പറയാണ്, ഞാൻ എൻ്റെ പേര് ലഹിയോൻ എന്നാണ്, പക്ഷെ ഞങ്ങൾ 2000 പേര് ഇവനിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകലിലും പ്രിയപ്പെട്ടവരെ, ഒറ്റയ്ക്കിരിക്കുന്ന ചില വ്യക്തികളിലുള്ള അനേക ഭൂതങ്ങൾ ദൈവവചനത്തിന്റെ ശക്തിയാൽ ഇറങ്ങി ഓടുന്ന അനുഭവം ഇന്ന് പകലിൽ ഇവിടെ ഉണ്ടാകുമെന്ന് ദൈവവചനത്തിന്റെ ശക്തിയിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. ചിലർ രോഗികളായി, ചിലരുടെ നന്മകളെ കെട്ടിവെച്ച് അവർ അനുഭവിക്കേണ്ട നന്മകൾ മറ്റുള്ളവർ അനുഭവിക്കുന്ന രീതിയിൽ, അവർ ഒട്ടും അനുഭവിക്കാത്ത രീതിയിൽ അവരുടെ ഭവനത്തെ കൂട്ടിക്കെട്ടി ചങ്ങലകൾ, അവരുടെ ബന്ധങ്ങളെ മുറിച്ചു കളഞ്ഞ, അവരുടെ ബന്ധങ്ങളെ അറുത്തു കളഞ്ഞ ചില പൈശാചിക ശക്തികളെ യേശു ഇന്ന് അതിൽ നിന്ന് വിടുവിച്ച് അവരെ സ്വതന്ത്രമാക്കാൻ പോകുന്നുവെന്ന് ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കാം. ദൈവമക്കൾ ആകുന്നതിലൂടെ നമുക്ക് ആത്മാവിന്റെ ശക്തി ലഭിക്കുമെന്ന് വചനം പറയുന്നു. അതിൽ യവനെന്നില്ല, എബ്രായനെന്നില്ല, യഹൂദനെന്നില്ല. പിന്നെയോ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും എന്ന് വെച്ചാൽ ഈ അനുഭവം ഉണ്ടാകും. ഇന്ന് പകലിൽ പ്രിയ സഹോദരങ്ങളെ, കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, ഇന്ന് നിങ്ങളായിരിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങളിലായിരിക്കുന്ന ഏവരെയും വിടുവിക്കാൻ കഴിയുന്ന ഒരുവന്റെ ശക്തി പരിശുദ്ധാത്മാവിലൂടെ ഇന്ന് നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടുന്ന സമയം ആസന്നമായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ചിലരെ കുറിച്ച് നിങ്ങൾക്ക് സഹതാപം കാണും. അവർ അല്ല അവരിൽ പ്രവർത്തിക്കുന്നത്. ദൈവത്തിന്റെ സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അനേക പിശാചുക്കളുടെ വലയിൽ അകപ്പെട്ട് ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടവനായി ആ ചങ്ങലകളെ പൊട്ടിക്കുന്നു. ആരാലും അവനെ സൂക്ഷിക്കുവാൻ കഴിയാത്ത, ആരാലും വിടുവിക്കുവാൻ കഴിയാത്ത അന്ധകാരത്തിന്റെ പിടിയിലായിരിക്കുന്ന ചില ശക്തികളെ ഇന്ന് കർത്താവിന്റെ നാമത്തിൽ ശാസിക്കുമ്പോൾ, അധികാരത്തോടെ ശബ്ദിക്കുമ്പോൾ, അധികാരത്തോടെ കൽപ്പിക്കുമ്പോൾ ആ ചങ്ങലകൾ പൊട്ടി അത് അവന്റെ ഹൃദയത്തിനകത്തുള്ള, അവന്റെ മാനസിക അവസ്ഥയിലുള്ള ചങ്ങലകൾ പൊട്ടി തകർന്ന് അവൻ വിടുവിക്കപ്പെടും. അവനിൽ എത്ര അന്ധകാരമുണ്ടോ അത് ലഹിയോൻ എന്ന് പറഞ്ഞ ആ മനുഷ്യരിൽ 2000 പേരുണ്ടായിരുന്നെങ്കിൽ
നിന്നിലും എന്നിലുമുള്ള ആ അന്ധകാരത്തെ നീക്കുവാൻ കഴിയുന്നവൻ ഇവിടെ വന്നിട്ടുണ്ട്. അവന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അഗ്നിയായി ഇവിടെ വെളിപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. എൻ്റെ പേര് സണ്ണി. ഞാൻ കോതമംഗലത്തു നിന്ന് വരുന്നു. തിരുമേനി കോട്ടയത്തെ കരൾമാറ്റ ശസ്ത്രക്രിയയുടെ കാര്യം പറഞ്ഞ ആ സഹോദരിയെ എനിക്കറിയാം. അവർ പീരുമേട്ടിലെൻ്റെ അയൽവാസിയാണ്. എൻ്റെ സഹോദരി നിമിത്തമാണ് ഞാൻ എൻ്റെ സഹോദരിയോട് പറഞ്ഞു, ഈ സഹോദരിയെ കോട്ടയത്ത് നിർബന്ധമായിട്ടും പറഞ്ഞു വിടണം, അനുഗ്രഹം പ്രാപിക്കാൻ പറ്റും, എനിക്ക് ഉറപ്പുണ്ട്, പറഞ്ഞു വിടാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു വിട്ട് കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകാതെ അവർക്ക് പരിപൂർണ സൗഖ്യം കിട്ടി എന്ന് അറിയാൻ കഴിഞ്ഞത് സന്തോഷം. ദൈവത്തിന് നന്ദി. പ്രിയപ്പെട്ടവരെ, ഈ സാക്ഷ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. സണ്ണി അങ്ങനെ ഒരു വ്യക്തിയെ അറിയാം, ജാതി മതവും ഒന്നും അറിയാം, ഹിന്ദു ആണ്. അപ്പം തീർച്ചയായിട്ടും ഒരു ദൈവിക ഹൃദയമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റൊരാളിനോട് ഈ ശുശ്രൂഷയെക്കുറിച്ചും കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചും പറയാൻ സാധിക്കത്തുള്ളൂ. സണ്ണി അങ്ങനെ പറഞ്ഞു. ആ മകൾക്ക് ദൈവം വലിയ വിടുതലാണ് നൽകിയത്. ഈ പറഞ്ഞു വിട്ടതിൽ പ്രത്യേകമായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഓളങ്ങളെ തിരമാലകളെ കണ്ടുവോ എൻ പ്രിയനേ? ഓളങ്ങളെ തിരമാലകളെ കണ്ടുവോ എൻ പ്രിയനേ? കേട്ടുവോ ഇമ്പസ്വരം? ഓളങ്ങളെ തിരമാലകളെ കണ്ടുവോ എൻ പ്രിയനേ? കേട്ടുവോ ഇമ്പസ്വരം? ഓളങ്ങളെ തിരമാലകളെ പതിനായിരങ്ങളിൽ അതിസുന്ദരനാം ആഴിയെ ഉള്ളം കയ്യിൽ വഹിക്കുന്നവൻ. പതിനായിരങ്ങളിൽ അതിസുന്ദരനാം ആഴിയെ ഉള്ളം കയ്യിൽ വഹിക്കുന്നവൻ. ഒഴിയ നാഴി കൊണ്ടളക്കുന്നവൻ, ഒഴിയ നാഴി കൊണ്ടളക്കുന്നവൻ. മാറത്തു പുൽക്കച്ച അണിഞ്ഞവനേ, കണ്ടുവോ എൻ പ്രിയനേ? കേട്ടുവോ ഇമ്പസ്വരം?
ഓളങ്ങളെ തിരമാലകളെ കണ്ടുവോ എൻ പ്രിയനെ, കേട്ടുവോ ഇമ്പസ്വരം. ഒരു വാക്കിനാലവൻ ഉരുവാക്കി ഈ ലോകം, തൻ പ്രവർത്തികളെല്ലാം ശ്രേഷ്ഠമല്ലോ. ഒരു വാക്കിനാലവൻ ഉരുവാക്കി ഈ ലോകം, തൻ പ്രവർത്തികളെല്ലാം ശ്രേഷ്ഠമല്ലോ. മരണത്തെ ജയിച്ചവൻ മഹത്വത്തിൽ വസിപ്പവൻ, മരണത്തെ ജയിച്ചവൻ മഹത്വത്തിൽ വസിപ്പവൻ, ആദിയും അന്ത്യനും ആയവനെ കണ്ടുവോ എൻ പ്രിയനെ, കേട്ടുവോ ഇമ്പസ്വരം. ഓളങ്ങളെ തിരമാലകളെ കണ്ടുവോ എൻ പ്രിയനെ, കേട്ടുവോ ഇമ്പസ്വരം. ഓളങ്ങളെ തിരമാലകളെ കണ്ടുവോ എൻ പ്രിയനെ, കേട്ടുവോ ഇമ്പസ്വരം. ഓളങ്ങളെ തിരമാലകളെ. എന്താ മോനെ പേരെന്താ? അബിൻ, പന്നിവിഴ. എന്താ അനുഭവപ്പെട്ടെ? ഒരു വെളിച്ചം, എത്ര വലിയ വിളിച്ചോ? ഒരു വലിയ വെളിച്ചം. എങ്ങോട്ട് വന്നു? നീ കണ്ടോ അതോ ശരീരത്തിലേക്ക് വന്നോ? കണ്ടു. കാൽവരി ക്രൂശിലെ പരിശുദ്ധ രക്തത്തിന്റെ ശക്തി ഇവന്റെ ഉള്ളംകാൽ മുതൽ ഉച്ച വരെ. മോളെന്താ കണ്ടേ? വലിയ വെളിച്ചം. പേരെന്താ? അബിയ, അടൂർ. വലിയ വെളിച്ചം എന്ന് പറഞ്ഞാൽ എത്ര വലിയ വെളിച്ചോ? വലിയ വെളിച്ചം. എങ്ങോട്ട് വന്നു? കണ്ണിലോട്ട്. കണ്ണിലോട്ട് വന്നു. ഒന്നുകൂടെ കണ്ണടച്ചേ. ക്രൂശിലെ പരിശുദ്ധ രക്തത്തിന്റെ ശക്തിയുള്ള മേൽ വ്യാപരിക്കട്ടെ. ഒരു സൗഹൃദം എന്തോ ലൈറ്റ് വരുന്ന പോലെ എനിക്ക് പിന്നെയും തോന്നുന്നു അങ്ങ്. എന്നിട്ട് എന്തോ ഒരു അനുഭൂതി പോലെ ഇരുന്നുണ്ട്. ഇപ്പം ആദ്യത്തെ ഇതിലെ പോസിറ്റീവ് എനർജി ആണോ? നല്ല പോസിറ്റീവ് എനർജിയാണ് തോന്നുന്നത്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ എന്തോ ഒരു ഇതൊന്ന് ശരീരത്തിൽ നിന്നൊരു ഭാരം പോയതുപോലെ തോന്നുന്നു. കണ്ണടച്ചേ. ക്രൂശിലെ രക്തം, ക്രൂശിലെ രക്തം. പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയുടെ സാന്നിധ്യം നിന്റെ മകൻ്റെ മേൽ വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കെട്ടുകൾ അഴിയട്ടെ. പറയുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു ഇത് വന്നിട്ട് എൻ്റെ ശരീരത്തിൽ നിന്ന് പോകുന്ന പോലെ എനിക്ക് തോന്നി. ഒരു ലൈറ്റാ ഉറപ്പാണ് അത് പോകുന്ന പോലെ തോന്നുന്നു എനിക്ക് തോന്നിയായിരുന്നു. വളരെ ഫ്രീ ആയി, ഒരു ലൈറ്റ് വെയിറ്റ് ആയ പോലെ. എന്തോ വിഷയങ്ങളായിട്ട്? വിഷയങ്ങൾ പറഞ്ഞില്ലേ, വീട്ടിൽ നമുക്കൊരു സമാധാനക്കുറവ്, സാമ്പത്തിക പ്രശ്നം. ഞാൻ ഒത്തിരി ജോലി ചെയ്യുന്ന ആളാണ്. എല്ലാവരും വീട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് പൈസ ഇങ്ങോട്ട് മാറുന്നതാണ്. എല്ലാവരും വീട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്, കിട്ടുന്ന പൈസ ഉണ്ടാകുന്നുണ്ട്, പക്ഷെ പൈസ ഒന്നിനും തികയുന്നില്ല. എൻ്റെ കടബാധ്യത തീരുന്നില്ല. ബാധ്യതയാണ്. പ്രാർത്ഥിച്ചപ്പോൾ എന്താ അനുഭവപ്പെട്ടെ? ഫ്രീ ആയി, ലൈറ്റ് ആയ പോലെ തോന്നുന്നു. ഞാൻ തന്നെ ഇങ്ങനെ എന്നെ പിടിച്ചു നോക്കിയിട്ട് എനിക്ക് വളരെ സോഫ്റ്റ് ആയിട്ട് തോന്നുന്നു. വലിയ വിശ്വാസമൊന്നും ഇല്ലാതെ വന്നാന്ന് തോന്നുന്നു. നല്ല വിശ്വാസമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വിശ്വാസത്തിലുള്ളയാളാണ്. അമ്മയുടെ കൂടെ വന്നു. എന്താ തോന്നുന്നു?
ആ സന്തോഷം. ഹല്ലേലൂയ. ഒരു ആശ്വാസം, ലൈറ്റായി തോന്നി, ഭയങ്കര ലൈറ്റായി തോന്നി. എന്താ തോന്നുന്നു? സന്തോഷം. പരിശുദ്ധ ദൈവമേ സ്തോത്രം. നിൻ്റെ മക്കളെ ദൈവകരത്തിൽ ഞങ്ങൾ താഴ്ത്തി ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലങ്ങൾ കർത്താവെ അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങൾക്കായി, അവിടുത്തെ കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നപ്പോൾ, അവിടുത്തെ പോലെ ഒരു ദൈവമില്ല. അവിടുന്നാണ് സകലതും. അവിടുന്ന് സകലത്തെയും ഒറ്റ വാക്കുകൊണ്ട് സൃഷ്ടിച്ച ദൈവമാകിയാൽ സ്തോത്രം. ഇപ്പോൾ കർത്താവെ പലവിധമായ വേദനകൾക്കുള്ളിലായിരിക്കുന്ന മക്കളെ ദൈവകരത്തിൽ ഞങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ക്രൂശിലെ പരിശുദ്ധ രക്തം അവരുടെ മേൽ ഒഴുക്കണമേ. അവർക്ക് അസഹനീയമായ വേദനകളെ, രോഗങ്ങളെ എല്ലാം നീക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, നിൻ്റെ മക്കൾ പുത്രനെ വെളിപ്പെടുത്തണമേ. ഇപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ശുശ്രൂഷയെ കണ്ടുകൊണ്ട് TV സ്ക്രീനിന് മുന്നിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ ആശ്വസിപ്പിക്കുന്ന ആണിപ്പാളുള്ള കരത്താൽ തൊടുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അത്ഭുതനാമത്തിൻ്റെ ശക്തിയാൽ രോഗത്തിൻ്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. യേശുവിൻ്റെ അത്ഭുതനാമത്തിൻ്റെ ശക്തിയാൽ ഇപ്പോൾ ക്യാൻസർ പോലെ മാരകമായ രോഗങ്ങൾ വിട്ടുമാറട്ടെ. ട്യൂമർ വിട്ടുമാറട്ടെ. ഓപ്പറേഷന് വേണ്ടി കാത്തു കിടക്കുന്ന മരണഭീതിയിലായിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം അഗ്നിയായവരുടെ മേൽ ഇറങ്ങി വരട്ടെ. അപ്പോൾ അവിടുന്ന് വിടുവിക്കുന്നവനും രക്ഷിക്കുന്നവനുമായ ദൈവമാകുന്ന നിൻ്റെ മക്കൾ വിശ്വസിച്ച് കർത്താവിൽ പൂർണ്ണമായി വിശ്വസിപ്പാനുള്ള കൃപ പരിശുദ്ധാത്മാവ് നിൻ്റെ മക്കളുടെ മേൽ പകരണമേ. ഇപ്പോൾ കർത്താവെ പല വിധത്തിലുള്ള രോഗങ്ങളെ ഞങ്ങൾ ശാസിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ രോഗത്തിൻ്റെ കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ. പിശാചിൻ്റെ ബന്ധനങ്ങൾ അകപ്പെട്ട് തകർന്നിരിക്കുന്ന ജീവിതങ്ങളെ കർത്താവെ പുതുക്കിപ്പണിയണമേ. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, പൈശാചികമായ ബന്ധനങ്ങളിപ്പോൾ നിൻ്റെ മക്കൾ നിന്ന് അഴിഞ്ഞു മാറട്ടെ. അവരുടെ നന്മയുടെ മേലുള്ള ശത്രുവിൻ്റെ പോരാട്ടങ്ങൾ വിട്ടുമാറട്ടെ. ആഭിചാര ബന്ധനങ്ങൾ അഴിയട്ടെ. വിദ്യാഭ്യാസ മേഖലയിൽ തകർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് കർത്താവെ അവിടുന്ന് ഉന്നതമായ ജയം നൽകണമേ. ഇനി അവരെഴുതുന്ന പരീക്ഷകൾ പരിശുദ്ധാത്മാവ് അവരുടെ ബുദ്ധിമണ്ഡലങ്ങളോട് ഇടപെടണം. പരിശുദ്ധാത്മാവ് അവരെ നയിക്കണം. പരിശുദ്ധാത്മാവ് ഉന്നതമായ ജയം അവർക്ക് നൽകണം. എല്ലാ മഹത്വം അവിടുന്ന് എടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമീൻ. This is my desire.